നാമം മഹത്വപ്പെടുമാറാകട്ടെ. പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിൽ ആശ്രയിപ്പീൻ, സ്വന്തം വിവേകത്തിലൂന്നരുത്. സദൃശവാക്യങ്ങളുടെ 3-ാം അധ്യായത്തിൻ്റെ 5 കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പാലിക്കുവാൻ കർത്താവ് നമുക്ക് ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്ക് ഇതിനോട് ചേർത്ത് പഠിക്കാം. 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. ശൗലിനെ പേടിച്ച് ദാവീദ് ഫെലിസ്ത്യ രാജാവായ ആഖീഷിൻ്റെ അടുത്ത് ചെന്ന് അഭയം പ്രാപിച്ചപ്പോൾ ദാവീദിനും കൂട്ടർക്കും പാർക്കുവാനായി സിക്ലാഗ് എന്ന സ്ഥലം രാജാവ് കൊടുത്തു. ദാവീദും കൂട്ടരും അവിടെ ഇല്ലാത്ത ഈ സമയത്ത് അമാലേക്യർ വന്ന് സിക്ലാഗ് ആക്രമിക്കുകയും അതിനെ തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ അവിടെയുള്ള വലിയവരും ചെറിയവരുമായ എല്ലാ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ദാവീദും കൂടെയുള്ളവരും തിരിച്ചു വന്നത് കണ്ടിട്ട് അവർക്ക് കരയാൻ പോലും ബലമില്ലാതാകുകയും ദാവീദ് വലിയ കഷ്ടത്തിലാവുകയും ചെയ്തു. ജനങ്ങൾ ദാവീദിനെതിരെ തിരിഞ്ഞു. അതെല്ലാം നമുക്ക് 1 ശമൂവേലിൻ്റെ 30-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ദാവീദ് പൂർണ്ണമായിട്ടും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ ധൈര്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ദാവീദ് കർത്താവിനോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമാണ് അമാലേക്യരെ പിന്തുടർന്ന് അമാലേക്യരെ തകർത്ത് കളയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഏത് സാഹചര്യമാണെങ്കിലും പൂർണ്ണമായും കർത്താവിൽ ധൈര്യപ്പെട്ട് ദൈവത്തോട് അനുമതി ചോദിച്ചതിന് ശേഷം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള ദൈവകൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.